Hi dear students, welcome to 7th session of the online class Object-Oriented Programming in C++. Last class we just stopped in pointers. I just want to restart that pointers because we are continuing pointers today. So let us see what is pointers first, then let us move on. Okay. I have explained the last class. Pointer is one of the key aspects of C++. It's a very important concept in C++. It has a unique approach to handle data. Unlike variables, pointers is having its own unique approach to handle data. As far as variables are used for handling the data, and again pointers can also handle data. So it is a derived data type that refers to another data variable by storing the variable's memory address rather than data. So you know that a variable is used for storing the value or data, but pointers are used for storing the address of a variable. That is the reason why pointers is termed as a derived data type. It's called as a derived data type. Okay, and it refers to another data variable because it actually refers to another data variable. And you know what is variable? Variable is used for holding the data value, right? So it is actually refers to a variable, and how it is been referenced, it refers to a variable by using the address of the variable, right? Not the value of a variable. Okay. It defines where to get the value of a specific data variable instead of defining actual data. So what it defines where to get the value of a specific data variable. Where to get the value, not the value instead, right? Instead of defining the actual data, it actually refers to a variable's address. That means the location of the variable. Pointers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേരിയബിളാണ്. പോയിന്റർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ തന്നെയാണ്, പക്ഷേ അത് സ്റ്റോർ ചെയ്യുന്നത് വേറെ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും, റൈറ്റ്? ഇറ്റ് റെഫേഴ്സ് ടു എ അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ആയിരിക്കും അത് റെഫർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ദ ഇൻറ്റീജർ വാല്യൂ 10 ഈസ് assigned to a variable called a, and a is stored in memory, right? A is actually stored in memory because variable is a named location in memory. മെമ്മറിയിലെ named location ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ അല്ലെങ്കിൽ ആ വേരിയബിൾ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുക. മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഏതൊരു കാര്യം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുക. മെമ്മറി അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ അത് ഓരോ വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹെക്സാഡെസിമൽ അഡ്രസ് നെയിം ഉണ്ടാവും, ഒരു പേരുണ്ടാവും. ആ അഡ്രസ്സിലാക്കണം എന്ത് ചെയ്യുക, ഓരോ വേരിയബിളും അതിൻ്റെ വാല്യൂയും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ടു ആക്സസ് അതർ ഡാറ്റ ഒബ്ജക്ട്സ്. വേറെ ഡാറ്റ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് അപ്രോച്ചാണ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ടു ആക്സസ് അതർ ഡാറ്റ ഒബ്ജക്ട്സ്. വേറെ ഡാറ്റ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് കൂടിയാണ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ അതിൻ്റെ ഡീക്ലറേഷനിലേക്ക് ഒന്ന് പോകാം. Declaration of a pointer variable is based on the data type of the variable it points to. അപ്പോൾ ഇവിടെ ഡീക്ലറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. There is a data type and there is a data type and there is a pointer variable. A pointer variable നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്
എപ്പോഴും ഡാറ്റ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഒരു പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്ന എ ആണെങ്കിൽ, നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത ഇൻറ്റ് എ ആണെങ്കിൽ, എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കും. കാരണം നമ്മൾ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഇൻറ്റീജർ ടൈപ്പ് ഓഫ് വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിൻ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നതും ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഒരു ജനറൽ ഫോമാറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡാറ്റ ടൈപ്പ് സ്പേസ് സ്റ്റാർ പോയിൻ്റർ വേരിയബിൾ. ദർ ഇസ് എ സ്റ്റാർ ഓവർ ദെയർ. അതെന്താണെന്നുള്ള പറയാം. ഹിയർ പോയിൻ്റർ വേരിയബിൾ ഈസ് ദി നെയിം ഓഫ് ദ പോയിൻ്റർ ആൻഡ് ഡാറ്റ ടൈപ്സ് റെഫേഴ്സ് ടു വൺ ഓഫ് ദ വാലിഡ് ഡാറ്റ ടൈപ്പ് ഇൻ C++. പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത് പോയിൻ്ററിൻ്റെ പേര്. ദെൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് C++ലെ ഏത് വാലിഡ് ഡാറ്റ ടൈപ്പും ആവാം. പക്ഷേ ആ പോയിൻ്റർ ഏത് വേരിയബിളിലേക്കാണോ പോയിൻ്റർ റെഫർ ചെയ്യുന്നത് ആ വേരിയബിളിൻ്റെ ടൈപ്പ് ആയിരിക്കണം പോയിൻ്ററിൻ്റെ ടൈപ്പ്. രണ്ടും സെയിം ആയിരിക്കണം. ദ ഡാറ്റ ടൈപ്പ് ഫോളോഡ് ബൈ ആസ്റ്ററിക് സിമ്പിൾ which distinguishes a pointer variable from other variables to the compiler. അപ്പോൾ കമ്പൈലറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ എന്ന് പറയുന്നത് കൊടുക്കുന്നത്. എന്തിനാണ് സ്റ്റാർ എന്ന് പറയുന്നത്? ഡാറ്റ ടൈപ്പും അതേപോലെ പോയിൻ്റർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻറ്റ് എ എന്ന് കൊടുത്തു. ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എ എന്ന് പറയുന്ന വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ അല്ലേ? ഇനി നേരെ മറിച്ച് നമ്മൾ ഇൻറ്റ് സ്റ്റാർ ബി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് കമ്പൈലർ മനസ്സിലാക്കുന്നത്? സോ കമ്പൈലർ മനസ്സിലാക്കുന്നത് ആ വേരിയബിളിൻ്റെ തൊട്ട് മുൻപ് സ്റ്റാർ ഉണ്ടെങ്കിൽ, വേരിയബിളിൻ്റെ തൊട്ട് മുൻപ് സ്റ്റാർ എന്ന് പറയുന്നൊരു സിമ്പിൾ ഉണ്ടെങ്കിൽ കമ്പൈലറിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരു പോയിൻ്റർ വേരിയബിളാണുള്ളത്. രണ്ട് വേരിയബിളും ഡിഫറെൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് നോർമൽ വേരിയബിളാണ്, വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിളാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിളാണ്. പോയിൻ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ കമ്പൈലറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം നോർമൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാക്കാൻ സാധിക്കണം. സോ നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് ഒരു പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യുക, ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പം അതിൽ ഏതൊക്കെയാണ് പിന്നെ നോർമൽ വേരിയബിൾ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പോയിൻ്റർ വേരിയബിൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, കമ്പൈലർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പോയിൻ്റർ വേരിയബിളിന് നമ്മൾ സ്റ്റാർ വെച്ച് തുടങ്ങുന്നത്. എല്ലാ പോയിൻ്റർ വേരിയബിളും ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. റൈറ്റ്. താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻറ്റ് സ്റ്റാർ PTR. ഇൻറ്റ് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ എന്താ? PTR is a pointer variable of type integer. Here PTR is a pointer variable and points to an integer data type. Full stop. The pointer variable PTR should contain the memory location of any integer variable. ഏതോ ഒരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് PTR എന്ന് പറയുന്നത് പോയിൻ്റ് ചെയ്യുന്നത്. ഇൻ ദ സെയിം മാനർ വി ക്യാൻ ഡിക്ലെയർ എ പോയിൻ്റർ വേരിയബിൾ ഫോർ അതർ ഡാറ്റ ടൈപ്സ് ഓൾസോ. വേറെ ഡാറ്റ ടൈപ്പിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്റർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഇപ്പം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോട്ട് സ്റ്റാർ PTR എന്ന് കൊടുക്കാം. റൈറ്റ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പോയിൻ്റർ വേരിയബിൾ ഏത് വേരിയബിളിലേക്കാണോ, ഏത് വേരിയബിളിനെയാണോ റെഫർ ചെയ്യുന്നത് ആ റെഫർ ചെയ്യുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഐ വിൽ ഷോ യു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ, ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റ് എ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് നോർമൽ വേരിയബിൾ. നോർമൽ വേരിയബിൾ. ദിസ് ഈസ് എ നോർമൽ വേരിയബിൾ ആൻഡ് this is a normal variable and I am going to assign some value for this variable. For example, a is equal to 10 and again I am going to create another variable, let's say star b. ഇപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും. റൈറ്റ്. ഈ ബി എന്ന് പറയുന്നത് നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. This is a pointer variable
ഇപ്പോൾ എ എന്ന് പറയുന്ന 10 കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ പോയിൻ്റർ വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോയിൻ്റർ വേരിയബിൾ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ദി അഡ്രസ്. ഏത് വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇവിടെ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അഡ്രസ് മേ ബി ലൈക്ക് ദിസ്. അഡ്രസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയാവും, ഇങ്ങനെയുള്ളൊരു വാല്യൂ ആയിരിക്കും അഡ്രസ് എന്ന് പറയുന്നത്. ഈ അഡ്രസ്സ് ആരാ കൊടുക്കുന്നത്? ഇത് കമ്പ്യൂട്ടർ മെമ്മറി കൊടുക്കുന്ന അഡ്രസ്സാണ്. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വേരിയബിളിനൊരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. റൈറ്റ്, ഇത് CPU പിന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു അഡ്രസ്സാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈ ഒരു വേരിയബിളിന് കൊടുക്കുന്ന അഡ്രസ്സാണ്. റൈറ്റ്, ആ അഡ്രസ്സ് എന്ന് പറയുന്നത് മെമ്മറിയിലുള്ളൊരു ലൊക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിനെയാണ് നമ്മൾ പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്നത്. ഡയറക്റ്റ് 10 എന്ന് പറയുന്ന വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നതിന് പകരം അഡ്രസ്സിലൂടെ നമ്മൾ 10 എന്ന് പറയുന്ന വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നു. റൈറ്റ്, അപ്പോൾ നമുക്കിവിടെ അറിയാം എ എന്ന് പറയുന്ന വാല്യൂ 10 എന്ന് പറയുന്ന വാല്യൂ എയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ എ ഇസ് ഈക്വൽ ടു എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 10 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. സി ഔട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സി ഔട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 10 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യും. റൈറ്റ്, സി ഔട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എയിലെ വാല്യൂ 10 പ്രിൻ്റ് ചെയ്തു. ഇനി 10 പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും നമുക്ക് ചൂസ് ചെയ്യാം. ആ ആൾട്ടർനേറ്റീവ് അപ്രോച്ചാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് ചെയ്യും. അഡ്രസ്സിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ കഴിയും. അഡ്രസ്സിലൂടെ പ്രിൻ്റ് ചെയ്യാം. കാരണം ഈ അഡ്രസ്സിലാണ് 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് വേ അല്ല, ഇൻഡയറക്റ്റ് വേ ആണ്. ഡയറക്റ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താ? എയുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാം. ഇത് ഇൻഡയറക്റ്റ് വേ ആണ്. ഇൻഡയറക്റ്റ് വേ എന്ന് പറഞ്ഞാൽ എനോട് ചോദിക്കാതെ നമ്മൾ അഡ്രസ്സിലൂടെ ഈ വാല്യൂ എടുക്കുന്നു. എൻ്റെ ഇതില്ലാതെ, റെഫറൻസ് ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ഈ 10 എന്ന് പറയുന്ന വാല്യൂ ഈ അഡ്രസ്സിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. അതിനെയാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുക. നമുക്കറിയാം അഡ്രസ്സ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ്സർ കൊടുക്കുന്ന അഡ്രസ്സാണ്. ആ അഡ്രസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് കിട്ടുക? ഇപ്പോൾ എയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ആംപ്രസെൻറ്റ് എ എന്ന് പറയുന്നത് കൊടുത്താലായിരിക്കും കിട്ടുക. അപ്പോൾ ആംപ്രസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം റെഫറൻസ് ആണ്. ഇത് റെഫറൻസ് ഓപ്പറേറ്ററാണ് ആംപ്രസെൻറ്റ് എന്ന് പറയുന്നത്. സോ ആംപ്രസെൻറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുക? ബിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഏതാ? ഇത്. അപ്പോൾ പോയിൻ്റർ വേരിയബിളുണ്ട്, നോർമൽ വേരിയബിളുണ്ട്. അപ്പോൾ നോർമൽ വേരിയബിളും പോയിൻ്റർ വേരിയബിളും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിൻ്റർ വേരിയബിളിൻ്റെ തൊട്ട് മുമ്പ് സ്റ്റാർ കൊടുത്തു. റൈറ്റ്, അപ്പോൾ കമ്പൈലറിന് മനസ്സിലായി ദിസ് ബി ഈസ് എ പോയിൻ്റർ വേരിയബിൾ, എ ഈസ് എ നോർമൽ വേരിയബിൾ. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോയിൻ്റർ എന്ന് പറയുന്ന ഒരു അപ്രോച്ചിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, പോയിൻ്റർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂവിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് അപ്രോച്ചാണ്. റൈറ്റ്, ഇത് ഡയറക്റ്റ് അപ്രോച്ചാണ്. എ = 10 എന്ന് പറയുന്നത്. സി ഔട്ട് എ കൊടുത്തു കഴിഞ്ഞാൽ 10 കിട്ടും. ഇനി അവിടെ നമ്മൾ സി ഔട്ട് ബി കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? സി ഔട്ട് സ്റ്റാർ ബി എന്ന് കൊടുക്കുക. സി ഔട്ട് സ്റ്റാർ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സാണുള്ളത് അല്ലേ? ബി എന്ന് പറയുന്നതിൽ അഡ്രസ്സാണുള്ളത്. അപ്പോൾ സ്റ്റാർ ഓഫ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആയിരിക്കും. സ്റ്റാർ ഓഫ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 തന്നെയായിരിക്കും. റൈറ്റ്, സ്റ്റാർ ബി കൊടുത്തു കഴിഞ്ഞാൽ 10 ആണ് നമുക്ക് കിട്ടുക. നേരെ മറിച്ച് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സി ഔട്ട് ബി ആണെന്ന് വിചാരിക്കാം. ഇവിടെ സി ഔട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അഡ്രസ്സായിരിക്കും. അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്ത അഡ്രസ്സ്. റൈറ്റ്, ഈ അഡ്രസ്സായിരിക്കും നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരിക. ഇങ്ങനെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്ത് വരും. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇതാണ് പോയിൻ്റർ കൺസെപ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഡിക്ലെയർ ചെയ്യുക അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതേപോലെ ഹിയർ PTR ഈസ് എ പോയിൻ്റർ വേരിയബിൾ ആൻഡ് പോയിൻറ്റ്സ് ടു ആൻ ഇൻറ്റീജർ
data type. The pointer variable ptr should contain the memory location of any integer variable. In the same manner, we can declare pointer variable for other data type also. ഇപ്പോൾ ഇവിടെ ഇൻറ്റീജർ ആണുള്ളത്, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഡാറ്റ ടൈപ്പ് പോയിൻറ്റേഴ്സും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. റൈറ്റ്, ഹിയർ ദ പോയിൻ്റർ വേരിയബിൾ ptr കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദി വേരിയബിൾ എ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ദ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഓർ റെഫറൻസ് ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ആംപർസൻഡ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് പിന്നെ റെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആംപർസൻഡ്. റൈറ്റ്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻറ്റ് സ്റ്റാർ ptr, a, that is declaration, and ptr is equal to ampersand a, that is initialization. ഓക്കെ, ഇതാണ് പോയിൻ്ററിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std. ഇൻ്റെ മെയിൻ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷൻ, അവിടെ പിന്നെ ഒരു നോർമൽ വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ പോയിൻ്റർ വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഇപ്പോൾ ഇവിടെ ptr1 ptr2 എന്ന് പറയുന്ന രണ്ട് പോയിൻ്റർ വേരിയബിൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 2 സ്റ്റാർ കൊടുക്കാൻ കാരണം? 2 സ്റ്റാർ കൊടുക്കാൻ കാരണം നമ്മൾ ptr2 എന്ന് പറയുന്ന പോയിൻ്റർ യൂസ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ പോയിൻ്ററിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പോയിൻ്ററിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ്. പോയിൻ്ററിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വൽ വേരിയബിൾ തന്നെയാണ്, എ തന്നെയാണ് സ്റ്റാർ ptr2 എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിൻ്ററിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യാണ്. പോയിൻ്ററിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ? ആ പോയിൻ്റർ ഇതിലേക്കാണോ പോയിൻ്റ് ചെയ്തിട്ടുള്ളത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് തന്നെയായിരിക്കും. റൈറ്റ്, ഇവിടെ ptr1 എന്ന് പറയുന്ന ആംപർസൻഡ് എ ആണ്. ptr1 എന്ന് പറയുന്നത് ആംപർസൻഡ് എ ആണ്. അപ്പോൾ ptr2 എന്ന് പറയുന്നതോ ആംപർസൻഡ് ptr1 ആണ്. ptr1 എന്ന് പറയുന്നത് വേറെ ഒരു പോയിൻ്ററാണ്. അപ്പോൾ ഈ പോയിൻ്ററിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ptr2 എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡബിൾ സ്റ്റാർ കൊടുക്കാൻ കാരണം. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡബിൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം വേറെ ഒരു പോയിൻ്ററിൻ്റെ അഡ്രസ്സാണത് പോയിൻ്റ് ചെയ്യുന്നത്. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെയല്ല, വേറെ ഒരു പോയിൻ്ററിൻ്റെ അഡ്രസ്സിനെയാണ് പോയിൻ്റ് ചെയ്തത്. ഇവിടെ ptr1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്നു. ptr2 എന്ന് പറയുന്നത് ptr1 എന്ന് പറയുന്ന പോയിൻ്ററിൻ്റെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്നു. റൈറ്റ്, അപ്പോൾ സി ഔട്ട് അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ അഡ്രസ് ഓഫ് എ ഈസ് ptr1 ആൻഡ് സി ഔട്ട് ദി അഡ്രസ് ഓഫ് ptr1 ഈസ് ptr2. അത് കഴിഞ്ഞ് നമ്മൾ ഈ അഡ്രസ്സ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. ആ അഡ്രസ് ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ, പ്രോഗ്രാമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ptr1 is equal to ptr1 plus 2 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ അത് പ്രിൻ്റ് ചെയ്തു. സി ഔട്ട് അഡ്രസ് ഓഫ് എ ഈസ് ptr1. പിന്നെ നമ്മൾ ptr2 ഒരു മെമ്മറി ലൊക്കേഷൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ptr1ഉം നമ്മൾ എന്ത് ചെയ്യുന്നു, ptr2ഉം നമ്മൾ അഡ്രസ് ഓഫ് ptr1ഉം പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് എന്താ? ദി അഡ്രസ് ഓഫ് എ. അഡ്രസ് ഓഫ് എ എന്ന് പറയുന്നത് റൈറ്റ്, അഡ്രസ് ഓഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുക. ദി അഡ്രസ് ഓഫ് എ ഈസ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ പിന്നെ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ്. ഇതാണ് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്രസ് ഓഫ് ptr1 എന്ന് പറയുന്ന ഒരു പോയിൻ്ററാണ്. ആ ഏത് വേരിയബിൾ ആണെങ്കിലും പോയിൻ്റർ ആണെങ്കിലും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി തന്നെയാണ്. അപ്പം ptr1 എന്ന് പറയുന്നതും ഒരു വേരിയബിളാണ്, പക്ഷെ അത് പോയിൻ്റർ വേരിയബിളാണ്. എന്നാലും അതിനും എന്തുണ്ടാവും? ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ആ മെമ്മറി ലൊക്കേഷനാണ് നമ്മളിവിടെ കാണുന്നത്. 0x7 പിന്നെ എന്താ 0x7 ffde2c83c18 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ. റൈറ്റ്, ഇത് കമ്പ്യൂട്ടർ മെമ്മറിയിലുള്ളൊരു ലൊക്കേഷനാണ്. ആരുടെ ലൊക്കേഷനാണ്? ptr1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ലൊക്കേഷനാണ്. ഇനി നമ്മൾ ഇത് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ചെയ്യുമ്പം നമുക്കറിയാം, ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് എയുടെ അഡ്രസ്സാണ്. എയുടെ അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 2 മെമ്മറി അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് C14 എന്നുള്ളത് C1C ആയിട്ട് മാറും. അതുപോലെ തന്നെ ptr1 നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം ഇങ്ങനെ വരും. 0xffde2c83c28 എന്ന് പറഞ്ഞിട്ട് വരും. റൈറ്റ്, ഇവിടെ 18 ആയിരുന്നു, അത് 28 ആവും. ഓക്കെ, സോ അതാണ് പോയിൻ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ്.
നമ്മൾ പോയിൻ്റർ പഠിക്കുമ്പം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റർ ടു ഒബ്ജക്ട്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. എന്താ പോയിൻ്റർ ടു ഒബ്ജക്ട്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? എ പോയിൻ്റർ ക്യാൻ പോയിൻറ്റ് ടു ആൻ ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ബൈ എ ക്ലാസ്. നമുക്കറിയാം ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ക്ലാസ്സിൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാറ്? ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് സെമിക്കോളൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? പിന്നെ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ക്ലാസ്സിന് നമുക്ക് പോയിൻ്ററും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ക്ലാസ്സിൻ്റെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോയിൻ്ററും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഐറ്റം എന്ന് പറയുന്ന ക്ലാസ്സിന് എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്ന ക്ലാസ്സിന് എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേർ ഐറ്റം ഈസ് ദ ക്ലാസ് ആൻഡ് എക്സ് ഈസ് ദി ഒബ്ജക്റ്റ്. Similarly, we can define a pointer it_ptr of type item. So, item എന്ന് പറയുന്ന ക്ലാസ്സിൽ നമുക്ക് it_ptr എന്ന് പറയുന്ന വേറെ ഒരു പോയിൻ്റർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഐറ്റം സ്പേസ് സ്റ്റാർ it_ptr സെമിക്കോളൻ എന്ന് കൊടുത്തു. സോ it സ്പേസ് ptr എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഐറ്റം എന്ന് പറയുന്ന ക്ലാസ്സിന് it_ptr എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വേരിയബിളിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പോയിൻ്റർ നമുക്ക് പോയിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്റർ വെച്ചിട്ട് അതിൻ്റെ അഡ്രസ്സിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്താലും ആ ക്ലാസ്സിലെ ഓരോ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്താലും അതിന് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഐറ്റം എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഒരു മെമ്മറി സ്പേസ് ഉണ്ടാവും. റൈറ്റ്? അതുപോലെ തന്നെ ഐറ്റം x2 കൊടുത്തു കഴിഞ്ഞാൽ x2ന് വേറെ സ്പേസ് ഉണ്ടാവും. ഈ സെയിം ക്ലാസ്സിൻ്റെ വേറെ സ്പേസ് ആയിരിക്കും x2 എന്ന് പറയുന്നത്, കാരണം ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഏതൊരു ക്ലാസ്സിനും നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്റർ വേരിയബിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഒബ്ജക്ട്സ് പോയിൻ്റേഴ്സ് ആർ യൂസ്ഫുൾ ഇൻ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ് അറ്റ് റൺ ടൈം. ഇപ്പോൾ റൺ ടൈമിൽ ഒബ്ജക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്ട്സ് പോയിൻ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. എന്താണ് ഡൈനാമിക് ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കും, പിന്നീട് പഠിക്കും. റൈറ്റ്? അപ്പം ഈ പോയിൻ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും, ഒബ്ജക്റ്റ് പോയിൻ്റേഴ്സ് യൂസ് ചെയ്യുന്നത് റൺ ടൈമിൽ ഒബ്ജക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. റൺ ടൈം പോളിമോർഫിസത്തിലൊക്കെ ഒബ്ജക്ട്സുകൾ റൺ ടൈമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് pointers ആണ്. ഓക്കെ, സോ വി ക്യാൻ ഓൾസോ യൂസ് ആൻ ഒബ്ജക്റ്റ് പോയിൻ്റർ ടു ആക്സസ് ദ പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. നമ്മൾ സാധാരണ ഏത് ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്തിട്ടും പബ്ലിക് മെമ്പേഴ്സ് ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെ പോയിൻ്റേഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടും ഒബ്ജക്റ്റ് പോയിൻ്റർ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിക് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് ഒബ്ജക്റ്റ് യൂസിങ് പോയിൻ്റേഴ്സ് ആൻഡ് ന്യൂ ഓപ്പറേറ്റർ ആസ് ഫോളോസ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഐറ്റം സ്പേസ് സ്റ്റാർ it_ptr സെമിക്കോളൻ നമ്മൾ കൊടുത്തു. ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അതായത് പോയിൻ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിങ്ങനെയാണ് ഐറ്റം സ്റ്റാർ ptr = ന്യൂ ഐറ്റം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ട് അപ്രോച്ച് എന്നുള്ളത് മാത്രം. ഓക്കെ, രണ്ടും പിന്നെ ഒരേ വേരിയബിൾ തന്നെയാണ്. ഐറ്റം സ്റ്റാർ it_ptr എന്ന് പറയുന്നതും it*ptr = ന്യൂ ഐറ്റം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. റൈറ്റ്? ഇത് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. റൈറ്റ്? രണ്ട് രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഐറ്റം സ്റ്റാർ ptr സെമിക്കോളൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഐറ്റം സ്റ്റാർ ptr = ന്യൂ ഐറ്റം എന്നും കൊടുക്കാം. ദാറ്റ് ഈസ് യുവർ വിഷ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം? അത് ചെയ്യാം. നിങ്ങളെ ഇഷ്ടം പോലെ അത് ചെയ്യാൻ കഴിയും. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പോയിൻ്റർ യൂസ് ചെയ്യുന്നൊരു എക്സാമ്പിളാണ്. അപ്പം അവിടെ പോയിൻ്റർ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് അതിലുള്ള വേരിയബിൾസിനെയും അതേപോലെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൻ്റെ പേരാണ് ഐറ്റം. റൈറ്റ്? ഐറ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് കാണാൻ കഴിയും. ഐറ്റം എന്ന് പറയുന്ന ക്ലാസ്സിൽ മെമ്പേഴ്സായിട്ട് രണ്ട് വേരിയബിൾ ഉണ്ട്, ഇൻഡ് കോഡ് ഫ്ലോട്ട് പ്രൈസ്, രണ്ട് വേരിയബിൾസ്. അതുപോലെ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോയിഡ് ഗെറ്റ് ഡാറ്റ, ഇൻഡ് എ ഫ്ലോട്ട് ബി, കോഡ് =a, പ്രൈസ് =b. കോഡും പ്രൈസും ഗെറ്റ് ചെയ്യാൻ വേണ്ടി, റിസീവ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനും, അതുപോലെ തന്നെ ഇത് രണ്ടും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഷോ എന്ന് പറയുന്ന ഫംഗ്ഷനും. ഈ രണ്ട് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സെമിക്കോളൻ ഇവിടെ കൊടുത്തുകൊണ്ട് ക്ലാസ്സിനെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇൻഡ് കോഡ് ഫ്ലോട്ട് പ്രൈസ് എന്ന പ്രൈവറ്റ് വേരിയബിൾസ് ആണ്.
ഇതെന്ന് പറയുന്നത് പബ്ലിക് മെമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് വേരിയബിൾസിനെ പോയിൻ്റർ വേരിയബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ മെത്തേഡ് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, ഇതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കോഡ് ഇസ് ഈക്വൽ ടു എ, പ്രൈസ് ഇസ് ഈക്വൽ ടു ബി എന്ന് കൊടുത്തു. ഇനി ഇൻറ്റ് മെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഐറ്റം എക്സ് സെമിക്കോൺ. അതുപോലെ തന്നെ ഒരു പോയിൻ്റർ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പോയിൻ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക? ഐറ്റം സ്റ്റാർ പി ടി ആർ ഇസ് ഈക്വൽ ടു ആംപ്രസൻറ്റ് എക്സ്. സോ ആംപ്രസൻറ്റ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് എവിടെ സ്റ്റോർ ചെയ്യുക? പി ടി ആർ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക. അതൊരു പോയിൻ്റർ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റർ ഒബ്ജക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അതിനെ ഈ മെത്തേഡിന് കോൾ ചെയ്യാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് ഓപ്പറേറ്റർ കൊടുത്ത് ഇതിനെ ആക്സസ് ചെയ്യാം. അതായത് എക്സ് ഡോട്ട് ഗെറ്റ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. അതുപോലെ എക്സ് ഡോട്ട് ഷോ എന്ന് കൊടുത്താൽ ഇതിനെയും ആക്സസ് ചെയ്യാം. പക്ഷേ നമ്മൾ പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഡോട്ട് ഓപ്പറേറ്ററിന് പകരം നമ്മൾ കൊടുക്കുന്ന ഓപ്പറേറ്ററാണ് ഇവിടെ ഈ കാണുന്ന ഓപ്പറേറ്റർ, റൈറ്റ്? ഇത് റെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയും. നമ്മുടെ പിന്നെ പോയിൻ്റർ യൂസ് ചെയ്യുന്ന സമയത്ത്, പോയിൻ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ് ഈ ഓപ്പറേറ്റർ. ഓക്കെ, സോ ഡാഷ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുക, ഗെറ്റ് ഡാറ്റ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ 175.50 എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, കോഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 100 അസൈൻ ചെയ്യും. അതുപോലെ പ്രൈസ് എന്നുള്ള വേരിയബിളിലേക്ക് 75.50 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യും. പിന്നെ അതിനെ ഷോ ചെയ്യാൻ വേണ്ടി ഷോ എന്ന് പറയുന്ന മെത്തേഡിന് നമുക്ക് കോൾ ചെയ്യാം, ആ ഫംഗ്ഷന് കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പം സി ഔട്ട് കോഡ് ആൻഡ് പ്രൈസ് എന്നുള്ള വരും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും, റൈറ്റ്? ഔട്ട്പുട്ട് വരുന്നത് ഇതേപോലെയാണ്. കോഡ് ഇസ് ഈക്വൽ ടു 100 എന്ന് വരും. അതുപോലെ പ്രൈസ് ഇസ് ഈക്വൽ ടു 75.5 എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പോയിൻ്റർ ഒബ്ജക്റ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ക്ലാസ്സിന് പോയിൻ്റർ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പോയിൻ്ററിലേക്ക് കൊടുക്കുക. ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സായിരിക്കും നമ്മൾ പോയിൻ്ററിലേക്ക് കൊടുക്കുക. കാരണം ഈ എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സായിരിക്കും പോയിൻ്ററിൽ അസൈൻ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, റൈറ്റ്? ദെൻ അതിനെ കോൾ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിന് നമ്മൾ ഒരു പോയിൻ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിനെ കോൾ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഡോട്ട് ഓപ്പറേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ പോയിൻ്റർ വേരിയബിൾ ആകുമ്പം ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യും, റൈറ്റ്? ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഒബ്ജക്റ്റാണ്. പക്ഷേ ഈ സ്റ്റാർ പി ടി ആർ എന്ന് പറയുന്നത് പോയിൻ്റർ ഒബ്ജക്റ്റാണ്. സോ പോയിൻ്റർ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, റൈറ്റ്? ഓക്കെ, സോ അതാണ് പോയിൻ്റർ പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ലാസ്റ്റ് ടോപ്പിക് കൂടെ നോക്കാം, പോയിൻ്റർ ടു ഡിറൈവ്ഡ് ക്ലാസ്സസ്. അതേപോലെ തന്നെ നേരത്തെ നമ്മളൊക്കെ കണ്ടതുപോലെ ഡിറൈവ്ഡ് ക്ലാസ്സിലും നമുക്ക് എന്ത് ചെയ്യാം, പോയിൻ്റർ ഉപയോഗിക്കാൻ കഴിയും. പോയിൻ്റേഴ്സ് ആർ നോട്ട് ഓൺലി യൂസ്ഡ് ഇൻ ബേസ് ക്ലാസ് ബട്ട് ഓൾസോ യൂസ്ഡ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ്സസ് ആസ് വെൽ. ഡിറൈവ്ഡ് ക്ലാസ്സസിലും നമുക്ക് പോയിൻ്റേഴ്സ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, right? So pointers to objects of a base class are type compatible with pointers to objects of derived class. നമ്മൾ pointer to objects of base class എന്ന് പറയുന്നത് are type compatible with pointers to objects of a derived class. നമ്മൾ derived classനാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പോയിൻറ്റേഴ്സ് ടു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, derived ക്ലാസ്സിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. A single pointer variable can be made to point to objects belonging to different classes. അപ്പോൾ ഒരു സിംഗിൾ പോയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ആ സിംഗിൾ പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്ര ക്ലാസ്സുകളിലേക്ക് വേണമെങ്കിലും, ആ ഇൻഹെറിറ്റൻസ് ഹൈറാർക്കിയിലുള്ള ഏത് ക്ലാസ്സിലേക്ക് വേണമെങ്കിലും നമുക്ക് ആ ഒരു പോയിൻ്റർ വേരിയബിളിനെ അസൈൻ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലെ മെമ്പേഴ്സിനെയും നമുക്ക് ആ പോയിൻ്റർ ഒബ്ജക്റ്റിലൂടെ കോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ബി ഈസ് എ ബേസ് ക്ലാസ് ആൻഡ് ഡി ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ് ഫ്രം ബി, then a pointer declared as pointer to B can also be pointer to D. അപ്പോൾ നമുക്കിവിടെ രണ്ട് ക്ലാസ്സാണുള്ളത്, ബി എന്ന് പറയുന്ന ക്ലാസ്സും ഉണ്ട്, അതേപോലെ ഡി എന്ന് പറയുന്ന ക്ലാസ്സും ഉണ്ട്, റൈറ്റ്? ഡി എന്ന് പറയുന്ന ക്ലാസ് ഡിറൈവ് ചെയ്യുന്നത് ബിയിൽ നിന്നാണ്, എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ നമ്മൾ ഡിയിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് പോയിൻ്റർ ഒബ്ജക്റ്റ് ആണെങ്കിൽ
ഡിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ ബിയിലുള്ള മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് രണ്ട് ക്ലാസ്സിനും കൂടി ഒരൊറ്റ പോയിൻ്റർ വേരിയബിൾ മതി എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും ബി സ്റ്റാർ CPTR എന്ന് പറയുന്ന ഒരു പോയിൻ്റർ ഒബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന സ്മോൾ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ക്യാപിറ്റൽ ബിയുടെ പിന്നെ ഒബ്ജക്റ്റായിട്ട് സ്മോൾ ബി ഉണ്ട്, അതിനെ ബേസ് ഒബ്ജക്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന അനദർ ക്ലാസ്, അതിന് സ്മോൾ ഡി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ഒബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ക്ലാസ് പിന്നെ ക്ലാസ് ബി ടൈപ്പ് വേരിയബിൾ നമ്മൾ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പിന്നെ പോയിൻ്റർ വേരിയബിൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ CPTR എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട്, അത് നമ്മൾ അസൈൻ ചെയ്തു. CPTR പോയിൻറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്ലാസ്സാണ്. വി ക്യാൻ മേക്ക് CPTR ടു പോയിൻറ്റ് ടു ഒബ്ജക്റ്റ് ഡി ആസ് ഫോളോസ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, CPTR = $d എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ സിംഗിൾ പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ക്ലാസ്സിൻ്റെയും ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയും. അപ്പം ബി സ്റ്റാർ CPTR എന്ന് മാത്രമേ ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ CPTR എന്ന് പറയുന്ന പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബി എന്ന് പറയുന്ന ക്ലാസ്സിനെയും പോയിൻ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ക്ലാസ്സിനെയും പോയിൻ്റ് ചെയ്യാം. അതാണ് പോയിൻ്റർ ടു ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ.